പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിന്റെ ഏറ്റവും പുതിയ പുസ്തകം 2025 ജൂലൈയിൽ പുറത്തിറങ്ങിയ പുസ്തകം നോവൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. എന്നും വ്യത്യസ്തമായ എഴുത്തുകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ എഴുത്തുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബെന്യാമിൻ. മലയാളത്തിലെ ഏറ്റവും പ്രൊഫഷണലായ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അത് ബെന്യാമിനാണെന്ന് പറയാനാവും. നോവൽ എന്ന സാഹിത്യ പ്രസ്ഥാനത്തിനോട് വളരെയധികം നീതി പുലർത്തുന്ന എഴുത്തുകാരനാണ് ബെന്യാമിൻ. കാരണം നോവലിന്റെ തനതായ സവിശേഷതയാണ് നോവൽറ്റി, പുതുമ. ആ ഒരു പുതുമ ഓരോ കാലത്തിനും അനുസരിച്ച രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പ്രമേയം കൊണ്ടും അതിന്റെ എഴുത്ത് രീതി കൊണ്ടും അതിന്റെ കെട്ടിലും മട്ടിലുമുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമായ വായന അനുഭവം നൽകുന്ന പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. തീർച്ചയായിട്ടും മനോഹരമായ വായന അർഹിക്കുന്ന പുസ്തകമാണിത്. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ വ്യത്യസ്തമായി, അദ്ദേഹത്തിന്റെ എഴുത്ത് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എഴുത്ത് രീതിയും ശൈലിയുമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ നോവൽ മാതൃഭൂമിയിൽ ഗണ്ടസ് പ്രസിദ്ധീകരിച്ച നോവലാണ്. മൾബറി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ അത് അന്ന് തന്നെ വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് കയറി പറ്റും. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി തന്നെയാണ് അദ്ദേഹം ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മികച്ച വായന അർഹിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. ഏറെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും അവതരണ രീതിയും കൊണ്ട് മികച്ച ഒരു രചനാ രീതി ബെന്യാമിൻ ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ മനോഹരമായ ഈ തലക്കെട്ട് തന്നെ ഇതിന്റെ വ്യത്യസ്തതയെ സൂചിപ്പിക്കുന്നു. ഒരു കവിതാ ശകലം പോലെ മനോഹരമായ തലക്കെട്ട്, മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. ഒരുപക്ഷെ ഇത്ര മനോഹരമായ തലക്കെട്ടുള്ള നോവൽ മലയാളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. ഇത്രയും നീളം കൂടിയ കാവ്യബോധമുള്ള ഒരു മനോഹരമായ തലക്കെട്ടോട് കൂടിയ ഈ നോവൽ നമ്മോട് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രസാധകനായ ഷെൽവിയെ കുറിച്ചാണ്, ഷെൽവിയുടെ കഥയെക്കുറിച്ചാണ്, ഷെൽവിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. മലയാള പ്രസാധന രംഗത്ത് വ്യത്യസ്തമായ ഭാവം കൊണ്ടുവരാൻ, വ്യത്യസ്തമായ ഒരു രീതി കൊണ്ടുവരാൻ ഷെൽവിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു മുൻപ് വരെ പുസ്തകങ്ങൾ വെറും ജീവനില്ലാത്ത ഒരു കാര്യമായി നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ കെട്ടിലും മട്ടിലും, അതിന്റെ തലക്കെട്ടിലും, അതിന്റെ മുഖചിത്രത്തിലും ഒക്കെ ഇരുണ്ട മുഖമുള്ള ഒരു മലയാള സാഹിത്യ ലോകം മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രസാധന കല അത്ര കണ്ട് വലിയ ഒരു കാര്യമായി ആരും പരിഗണിച്ചിരുന്നില്ല. പ്രസാധകരും പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും. പക്ഷേ ഈ ഒരു പ്രസാധന രീതിക്ക് വലിയ ഒരു മാറ്റം വരുത്താൻ മലയാളത്തിന് സാധിച്ചത് ഷെൽവിയിലൂടെയാണ്. ഷെൽവി നൽകിയ തലക്കെട്ടുകൾ, ഷെൽവി നൽകിയ ആ രൂപകൽപ്പന, അതിന്റെ പ്രിന്റിങ്, ഓരോ പുസ്തകവും ജീവനുള്ളതാണെന്ന്. പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് വെറും ഒരു അച്ചടി മാത്രമല്ല, ജീവനുള്ള ഒന്നിനെ, കഥയെ ആയാലും നോവലിനെ ആയാലും മറ്റു സാഹിത്യ മേഖലകളിലെ ഒന്നിനെ ആയാലും അതിനെയൊക്കെ ഏറ്റവും ജീവത് ആയി അവതരിപ്പിക്കാൻ ഷെൽവിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാള സാഹിത്യ ലോകം ഓർമ്മിക്കേണ്ട പേരുകളിലൊന്നായ ഷെൽവിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ തകർച്ചകളെയും ഉയർച്ചകളെയും, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും, അദ്ദേഹത്തിന്റെ നഷ്ടങ്ങളെയും ഒക്കെ വെളിവാക്കാൻ ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഷെൽവിയുടെ നന്മയുള്ള മുഖം മാത്രമല്ല, ഷെൽവിയിലെ സാത്താനെയും ഷെൽവിയുടെ മാലാഖയെയും കൊണ്ടുവരാൻ ഈ പുസ്തകത്തിലൂടെ ബെന്യാമിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഷെൽവിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ കസാദിസാക്കിസ്, ഗ്രീസിലെ കസാദിസാക്കിസിന്റെ ജീവിതം അത് വരച്ചു കാണിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. ഒരു സമാന്തര രേഖ പോലെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. ഷെൽവിയുടെ ജീവിതം കേരളത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഗ്രീക്കിന്റെ ഭൂമികയിലൂടെ, കസാദിസാക്കിസിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ ഈ നോവൽ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഷെൽവി ഇത്രയധികം ആരാധിച്ചിരുന്ന എഴുത്തുകാരനായതുകൊണ്ടാവാം കസാദിസാക്കിസിന്റെ ജീവിതം പോലെയാണ് ഷെൽവിയുടെ ജീവിതം എന്ന് നമുക്ക് പറയാനാകും. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ കസാദിസാക്കിസിനെ അനുകരിക്കാൻ ഷെൽവി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഈ ഭൂമികയിലുള്ള മലയാള ലോകത്തുള്ള ഷെൽവിയുടെ പ്രസാധന ജീവിതത്തെ, സാഹിത്യ ജീവിതത്തെ തുലനം ചെയ്തുകൊണ്ട് അങ്ങ് ദൂരെയുള്ള ഗ്രീക്കിലുള്ള കസാദിസാക്കിസിന്റെ ജീവിതവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ നോവലിന്റെ വായന വ്യത്യസ്തമായ ഒരു വായനയുള്ള നോവലാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഈ നോവൽ ഷെൽവിയുടെയും കസാദിസാക്കിസിന്റെയും നോവലായി കരുതുന്നില്ല. ഇത് ഡെയ്സിയുടെ കഥയാണ്.
ഷെൽവിയുടെ പ്രിയതമയായ ഡെയ്സിയുടെ കഥ. ഡെയ്സിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് കസാന്തി സാക്കിസിനെയും ഷെൽവിയെയും അവതരിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം ഡെയ്സിയുടെ മനോവികാരങ്ങൾ, ഡെയ്സിയിലൂടെയാണ് കസാന്തി സാക്കിസിലേക്ക് നമ്മുടെ ഷെൽവി എത്തുന്നത്. അതിലൂടെ അദ്ദേഹത്തിന്റെ നോവലുകളിലൂടെ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ ഒടുവിൽ ഒരുമിച്ച് ചേരുകയും പ്രസാധന കലയുടെ ആ ഒരു തലതൊട്ട അപ്പനോടൊപ്പം ഷെൽവിയോടൊപ്പം ഡെയ്സി ഇഴുകിച്ചേരുകയും ചെയ്യുന്ന ആ കഥ, അവരുടെ ജീവിതം, അവരുടെ ഉയർച്ച തകർച്ചകൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുക വഴി ഡെയ്സി എന്ന ഒരുപക്ഷെ മലയാള സാഹിത്യ ലോകം രേഖപ്പെടുത്താതെ പോയ ഒരു വ്യക്തിയെ രേഖപ്പെടുത്താൻ ബെന്യാമിന് വളരെ മനോഹരമായി കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഡെയ്സി അല്ല എന്ന കഥ പറയുന്നത്. പലപ്പോഴും ഡെയ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് അല്ലെങ്കിൽ ഷെൽവിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറയുന്നത് അവരുടെ വീട്ടുമുറ്റത്തുള്ള മൾബറി എന്ന ചെടിയാണ്. മൾബറി എന്ന മരമാണ്. അവരുടെ പബ്ലിക്കേഷൻസിന്റെ പേരും മൾബറിയാണ്. അങ്ങനെ ആ പ്രസാധക ശാല കഥ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മൾബറി എന്ന ചെടി കഥ പറയുന്ന പോലെയോ നമുക്ക് ഈ നോവൽ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ ബെന്യാമിന് സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്ന, ആ വീടിന് പുറത്ത് നിലകൊള്ളുന്ന മൾബറി ചെടിയുടെ കാഴ്ചകളിലൂടെയാണ് ഡെയ്സി എന്ന മനുഷ്യ സ്ത്രീയെ അവതരിപ്പിക്കുന്നത്. സകല വികാരങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒതുങ്ങിക്കൂടി മാറിയ ഷെൽവിയിലൂടെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡെയ്സിയിലൂടെ, കസാന്തി സാക്കിസിന്റെ രചനകളിലൂടെ ഒക്കെ ഈ നോവൽ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ വായനാ സുഖമാണ് ഈ നോവലിന് അവകാശപ്പെടാനാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു നിൽക്കുന്ന മരം, ആ മൾബറി ചെടിയുടെ ആ കാഴ്ചകൾ, അതത്ര കണ്ട് വലിയ കാഴ്ചകളല്ല എന്ന് തോന്നുന്നിടത്താണ് ബെന്യാമിന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൾത്തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ ഉൾക്കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നോവലിസ്റ്റിനും ഒരു പരിധി ഉണ്ടെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്താനാവണം വീടിന് പുറത്തുള്ള ആ ചെടിയുടെ കാഴ്ചകളിലൂടെ ഡെയ്സിയെയും ഷെൽവിയെയും വരച്ചു തീർക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നത്. അതിന് വ്യത്യസ്തമായ ഒരു ഭാവം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചത് തന്നെയാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ രചനാ സവിശേഷത എന്ന് പറയുന്നത്. ഡെയ്സിയുടെ വർത്തമാന ഭൂതകാല ചിന്തകളിലൂടെ ഇടയ്ക്ക് മുന്നോട്ടും ഇടയ്ക്ക് പുറകോട്ടും പോകുന്ന ഒരു കഥ പറച്ചിലാണ് ബെന്യാമിൻ ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. മൾബറിയും കൂടെ പിങ്കി എന്ന തത്തയും ഇടയ്ക്കിടയ്ക്ക് ഡെയ്സിക്ക് വേണ്ടി കഥ പറയുന്നതായി നമുക്ക് തോന്നാം. ഈ കഥയുടെ അവസാനത്തിലെ ട്വിസ്റ്റിൽ നമുക്ക് മനസ്സിലാവും പിങ്കി എന്ന തത്തയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ. ഡെയ്സി എന്ന ആ യുവതിയുടെ, ഡെയ്സി എന്ന ഭാര്യയുടെ, ഡെയ്സി എന്ന അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീയുടെ മനോവികാരങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിന്റെ കഥ, സാഹിത്യ ലോകത്തിന്റെ കഥ, കോഴിക്കോടിന്റെ കഥ, പ്രസാധക ലോകത്തിന്റെ കഥ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ബെന്യാമിന് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ എഴുത്ത് രീതി കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു സംഗതിയെ വളരെ ആഴത്തിലുള്ള അനുഭവമാക്കി മാറ്റാൻ വായനക്കാരന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഡെയ്സിയും പിങ്കിയും മൾബറി ചെടിയും ചേർന്ന് നടത്തുന്ന ഈ മനോവിചാരങ്ങളെ മഹത്തായ ഒരു കൃതിയായി മാറ്റുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന, പ്രസാധന കലയെ ഇഷ്ടപ്പെടുന്ന വിഷ്ണു, സ്നേഹ എന്നീ രണ്ട് കൂട്ടുകാർ ഡെയ്സിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നതും വികസിക്കുന്നതും. സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഡെയ്സിയെ, ഓർമ്മകളൊന്നും വീണ്ടും തികട്ടി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഡെയ്സിയെ ഷെൽവിയുടെ ഓർമ്മകളിലേക്ക്, ഷെൽവിയുടെ ആഗ്രഹങ്ങളിലേക്ക്, ഷെൽവിയുടെ കഥകളിലേക്ക് തിരികെ കൊണ്ടെത്തിക്കുന്നത് സ്നേഹിയും വിഷ്ണുവുമാണ്. അവരുടെ കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലെ ഡെയ്സിയുടെ ഓർമ്മകളെ ഉണർത്താൻ ബെന്യാമിൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് എപ്പോഴോ അവർ ഈ പുസ്തകത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് ലളിതമായി മാഞ്ഞു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പുതിയ തലമുറയുടെ വായനയുടെ, പ്രസാധന കലയുടെ പ്രതീകങ്ങളായി വിഷ്ണുവിനെയും സ്നേഹയെയും നമുക്ക് ഈ നോവലിൽ കാണാനാവും. അങ്ങനെ കഥാപാത്രങ്ങളെ വീണ്ടെടുക്കുവാൻ, കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ, കഥാപാത്രങ്ങളുടെ ഓർമ്മകളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇത്തരത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത കഥാപാത്രങ്ങളെ ചേർക്കാൻ വിഷ്ണുവിലൂടെയും സ്നേഹയിലൂടെയും ബെന്യാമിന് സാധിക്കുന്നുണ്ട്. ഡെയ്സിയുടെയും ഷെൽവിയുടെയും ജീവിതത്തിനോടൊപ്പം തന്നെ കസാന്തി സാക്കിസിന്റെ ജീവിതവും ഈ നോവലിൽ മനോഹരമായി വരച്ചു ചേർക്കുന്നുണ്ട്. അതിനായി നോവലിസ്റ്റ് തെരഞ്ഞെടുത്തത് ഡെയ്സിയുടെ ഒരു സോളോ യാത്രയാണ്, ഗ്രീസിലേക്കുള്ള ഒറ്റയ്ക്കുള്ള യാത്ര. അവിടെ ഡെയ്സിക്ക് കൂട്ടായി എടുത്തുന്ന ഗൈഡ് ജോർജിയോ ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ജോർജിയയിലൂടെയാണ് നമ്മുടെ കസാന്തി സാക്കിസിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്.
സാഹിത്യത്തിലല്ലാതെ അവ്യക്തമായ ഭാവങ്ങളുള്ള ഇനിയും വായിക്കപ്പെടേണ്ട എഴുത്തുകാരനാണ് കസാന്തി സാക്കിസ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ ജോർജിയോ എന്ന കഥാപാത്രത്തിലൂടെ നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. ഈ നോവലിലെ ഏറ്റവും കരുത്തുറ്റ ഒരു കഥാപാത്രമായി മാറുന്ന ആളാണ് ജോർജിയോ. പരുക്കൻ കഥാപാത്രമാണെങ്കിലും വളരെ മനോഹരമായി ജീവിതത്തോട്, ഒരുപക്ഷെ ഡെയ്സി ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിത ശൈലിയോട്, കസാന്തി സാക്കിസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെയ്സിയിൽ നിന്ന് കസാന്തി സാക്കിസിന്റെ വേറിട്ടൊരു മുഖം സമ്മാനിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡെയ്സിയിലേക്ക് എത്തിക്കുന്നത് ജോർജിയോ എന്ന കഥാപാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജോർജിയോ. ഈ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായി കസാന്തി സാക്കിസിനെ അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് സാധിക്കുമായിരുന്നില്ല. വളരെ മനോഹരമായ ഭൂമിക നമുക്ക് അവിടെ കാണാനാവും. ഒരു യാത്രാ വിവരണത്തിന്റെ മനോഹാരിത ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ദർശിക്കാനാവും. അങ്ങനെ തീർച്ചയായും കസാന്തി സാക്കിസിനെ രേഖപ്പെടുത്തുന്ന മികച്ചൊരു കഥാപാത്രമായി ജോർജിയോ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നോവലിന്റെ പിൻകുറിപ്പിൽ കഥാപാത്രമല്ലാത്ത ഡെയ്സി സൂചിപ്പിക്കും പോലെ ഇതൊരു ജീവചരിത്രമല്ല, ഇതൊരു നോവലുമല്ല, ഇതൊരു ജീവചരിത്ര നോവലുമല്ല. ജീവചരിത്രത്തിനും നോവലിനും ഒക്കെ അപ്പുറത്ത്, അതിനിടയിലൂടെ ഒരു സമാന്തര രേഖ പോലെ പോകുന്ന വളരെ മനോഹരമായ ആത്മാവിഷ്കാരം നൽകുന്ന ഒരു പുസ്തകമായി ഈ നോവലിനെ ഞാൻ വിശേഷിപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഡെയ്സി എന്ന യുവതിയുടെ, ഡെയ്സി എന്ന സ്ത്രീയുടെ മനോഹരമായ വായന സാധ്യമാവുന്ന പുസ്തകമാണ്. ഡെയ്സിയെ വായിക്കുന്ന പുസ്തകമാണിത്. ഡെയ്സിയിലൂടെ ഷെൽവിയിലേക്കും കസാന്തി സാക്കിസിലേക്കും മലയാള പ്രസാധന ലോകത്തേക്കും മലയാള സാഹിത്യത്തിലേക്കും എത്തുന്ന ഒരു നോവലാണിത്. ഡെയ്സിയുടെ ഗ്രീക്ക് യാത്ര സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു മനോഹാരിത, അതിലെ കഥാപാത്രങ്ങൾ, ജീവിതരേഖകൾ, കാലം, പിങ്കി എന്ന തത്ത, മൾബറി എന്ന ചെടി, ഒരുപടി മനുഷ്യന്മാർ, അങ്ങനെ ഒരു മനോഹരമായ അവസ്ഥയിലൂടെ, മനോഹരമായ രൂപരേഖകളിലൂടെ ഈ നോവൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ മഹത്തായ ആവിഷ്കാരം നൽകുന്ന ഒരു നോവലായി ഇത് മാറുന്നു. ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ ഒരു എഴുത്ത് മാജിക് ഈ നോവലിൽ ദർശിക്കുന്നു നമ്മൾ. മൾബറി, എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രൊഫഷണലായ എഴുത്തുകാരനായ ബെന്യാമിൻ ഈ നോവലിന്റെ രചനയ്ക്ക് തീർച്ചയായും നല്ല പ്രയത്നം നടത്തിയിട്ടുണ്ട്. ഒത്തിരി അധികം ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോവലിന്റെ ആധികാരികതയെ സൂചിപ്പിക്കാൻ 13-ലധികം രേഖകൾ, ചിത്രങ്ങൾ ഒക്കെ ഈ പുസ്തകത്തിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് രേഖകളും ചിത്രങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തക അവതരണ രീതി, പുസ്തക പ്രസാധന ശൈലി വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ DC ബുക്സിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യസ്തത കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒരു നോവലായി മാറുകയും ആ നോവൽ മലയാളി വായനക്കാരന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ആത്മസംഘർഷങ്ങളിലേക്ക്, അവന്റെ ഓർമ്മകളിലേക്ക് വളരെ സൗമ്യമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നോവലിന്റെ വലിയ സവിശേഷത. ഈ നോവൽ ഒരു ജീവിത പകർത്തിരുത്തല്ല. ബെന്യാമിൻ എന്ന നോവലിസ്റ്റിന്റെ മനോഹരമായ ഭാവനയിലൂടെ കുറെ ജീവിതങ്ങളെ, അവരുടെ ജീവിത സംഘർഷങ്ങളെ, അവരുടെ മാനസിക ഭാവങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മനോഹരമായ ആവിഷ്കാരം. ഇതിൽ സോർബ എന്ന കഥാപാത്രം കസാന്തി സാക്കിസിന്റെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഇതിലെ സോർബ കസാന്തി സാക്കിസിന്റെ സോർബയല്ല. കസാന്തി സാക്കിസിന്റെ സോർബയെ കുറിച്ചല്ല ഇതിൽ പറയുന്നത്, മൾബറിയുടെ സോർബയെ കുറിച്ചാണ്. മൾബറിയുടെ പ്രിയപ്പെട്ട സോർബ അത് ഡെയ്സിയാണ്. ഡെയ്സിയുടെ മനോവികാരങ്ങളിലൂടെയാണ് മൾബറി തന്റെ കഥ പറയുന്നത്. ഒരിടത്ത് തന്നെ വേരുറപ്പിച്ചുകൊണ്ട്, വീടിന് പുറത്തു നിന്നുകൊണ്ട് ഉള്ളിലേക്ക് എത്തിനോക്കുന്ന മൾബറി, തന്റെ സോർബയുടെ, ഡെയ്സിയുടെ ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മൾബറി ഒരു ഇല പൊഴിയുന്ന ശാന്തതയോടെ ഈ നോവൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൽ തിളങ്ങി നിൽക്കുന്നത് ആത്മസംഘർഷങ്ങളുടെ, സ്നേഹപ്രകടനങ്ങളുടെ, നഷ്ടബോധങ്ങളുടെ ഉൾക്കാഴ്ചകളാണ്. പ്രിയമുള്ള വായനക്കാരെ, മനോഹരമായ വായന സമ്മാനിക്കുന്ന പുസ്തകമാണ് ബെന്യാമിന്റെ ഈ പുതിയ പുസ്തകം. മൾബറി, എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ. DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന് ഏകദേശം 352 പേജ് വലുപ്പമാണുള്ളത്. 499 രൂപയാണ് ഈ സ്പെഷ്യൽ എഡിഷന്റെ വില. തീർച്ചയായിട്ടും മനോഹരമായ വായന സാധ്യമാവുന്ന പുസ്തകം നിങ്ങൾ വായിക്കുക തന്നെ വേണം. പ്രിയമുള്ളവരെ, മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി, പുസ്തക ലോകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും
മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.